CITUവിന് കീഴിലുള്ള സ്കീം വർക്കർമാരുടെ നേതൃത്വത്തിൽ പാലക്കാട് ഉജ്ജ്വല റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സ്കീം വർക്കേഴ്സ് കോഓർഡിനേഷൻ നടത്തിയ റാലി CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് AK ബാലൻ പറഞ്ഞു. കള്ളപ്രചാരണങ്ങൾ അവസാനിപ്പിക്കുക, സ്കീം വർക്കേഴ്സിനെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി അംഗീകരിച്ച് ആനുകൂല്യങ്ങളും വേതനവും നൽകുക, LDF സർക്കാരിനെ സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു റാലി. സ്കീം വർക്കേഴ്സ് പാലക്കാട് കോട്ടമൈതാനം പരിസരത്ത് നടത്തിയ റാലി CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണെന്ന് AK ബാലൻ പറഞ്ഞു. 11-ൽ 400 രൂപയായിരുന്നു ഓണറേറിയം. അത് 600 രൂപയാക്കി 1000 രൂപയിലേക്ക് എത്തിച്ചു. പക്ഷേ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ 1000 രൂപ ഈ 2023-ൽ 7000 രൂപയായി വർദ്ധിപ്പിച്ചു. ഈ ഓണറേറിയത്തിൽ ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്ര ഗവൺമെന്റിൻ്റെതായിട്ടില്ല. ഇൻസെന്റീവായി പ്രഖ്യാപിക്കുന്ന തുച്ഛം തുകയും 60% കേരള ഗവൺമെന്റും 40% കേന്ദ്രവുമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് എവിടെയുമില്ലാത്ത ഓണറേറിയം ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് ഒന്നാം പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റുമാണ്. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി V സരള അധ്യക്ഷയായി. CITU ജില്ലാ സെക്രട്ടറി M ഹംസ, പ്രസിഡന്റ് PN മോഹനൻ, ട്രഷറർ TK നൌഷാദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ A പ്രഭാകരൻ MLA, TK അച്യുതൻ, C അംബിക, L ഇന്ദിര എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.